ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ ഇതിൻ്റെ കണ്ടന്റ് ബേസിൽ ഒറ്റപ്പെട്ടു പോകുന്നൊരു സ്ത്രീയുടെ അവരുടെ ഒരു ലോൺലിനെസ് ലൈഫും അതിൽ നിന്ന് അവർ മീറ്റ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുടെ അവരുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട് ഉള്ളൊരു പുതിയൊരു ലൈഫ് പിന്നെ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുന്നു. അതാണ്. പിന്നെ മറ്റേതൊക്കെ വളരെ ഗംഭീരമായിട്ടുണ്ട്. പിന്നെ സൗണ്ട് പെർഫോമൻസ് ഈസ് എക്സെപ്ഷണൽ ആൻഡ് ആ കുട്ടി ആ കിഡ്സ് വാസ് ഓസം ആൻഡ് ഇറ്റ്സ് വർത്ത് വാച്ചിങ്. എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഒരുപാട് എന്താ പറയുക, ഒരുപാട് അർത്ഥതലങ്ങളിലേക്കൊക്കെ പോകുന്ന രീതിയിലുള്ളൊരു ഭയങ്കര ഗംഭീര അപ്രോച്ചായിരുന്നു. പ്രത്യേകിച്ച് ആ ഒരു സെറ്റിങ്ങും പരിപാടികളൊക്കെ, അതിൻ്റെ ഒരു ടെറൈനും സിനിമയുടെ മൂഡും. എനിക്ക് തോന്നുന്നു ഹിമാചലിലാണെന്ന് തോന്നുന്നു പടം ഷൂട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ മൊത്തത്തിൽ ആ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് എക്സ്പീരിയൻസ് അതിലേക്ക് കൂടുതൽ ഇന്നാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒബ്വിയസ്ലി എല്ലാ പെർഫോമേഴ്സും ആക്ടേഴ്സും ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അവരുടെ ആ പെർഫോമൻസ് തന്നെ നമുക്ക് കുറച്ചുകൂടി ഒരു ഭയങ്കര ഒരു എന്താ പറയുക, വളരെ കണക്റ്റ് ആവുന്നുണ്ട് പരിപാടി. പിന്നെ അതിൽ സംസാരിച്ചേക്കുന്ന കണ്ടന്റ് ആണെങ്കിലും പറയുന്ന ഇന്നർ മീനിങ് ആണെങ്കിലും എല്ലാം ഒരുപാട് അർത്ഥതലങ്ങളിലേക്ക് പോകുന്ന വളരെ എന്താ പറയുക, ഒരു കൊതി തോന്നുന്ന അപ്രോച്ചാണ്. എന്തായാലും വളരെ നല്ലൊരു അപ്രോച്ചാണ്. എല്ലാവരും കാണുക, ഇത്തരം സിനിമകളെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. നല്ല ഫിലിമാണ്. എനിക്ക് നല്ല ഒരു സ്മൂത്ത് ഫ്ലോയിൽ നിന്ന് കണ്ടിരിക്കുന്ന ഒരു സിനിമയാണ്. സിനിമാറ്റോഗ്രാഫി നല്ല രസമാണ്. നല്ല ഫോട്ടോഗ്രാഫി മോണോക്രോമിലാണ് എടുത്തിരിക്കുന്നത്. പിന്നെ മൊത്തത്തിൽ പെർഫോമൻസും ചെറിയ ചെറിയ ക്യാരക്ടേഴ്സും എല്ലാം നല്ല രസമുണ്ട്. ഹിമാചലിൻ്റെ ലാൻഡ്സ്കേപ്പിലാണ് സിനിമ നടക്കുന്നത്. അതും നമുക്ക് വളരെയധികം രസകരമായി കണ്ടിരിക്കാവുന്ന ഒരു പ്രോസസ്സായിട്ട് തോന്നി. അതൊക്കെ നല്ല പരിപാടിയാണ്. നല്ലതായിരുന്നു. എന്താ പറയുക, ഇത് ക്യാമറ വർക്കൊക്കെ നന്നായിട്ട് നല്ല ഭംഗിയുണ്ട്. ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒക്കെ നല്ല ഭംഗിയായിട്ട് കാണാൻ നല്ല രസമാണ്. ആക്ടിങ് ഒക്കെ നന്നായിട്ട്. എത്ര എന്ത് ടൈപ്പോ എന്തോ ഒരു ഡ്രാമയല്ലേ ഓൾമോസ്റ്റ്, പക്ഷെ നല്ലൊരു സ്ലോ ആയിട്ട് നാച്ചുറലായിട്ട് നല്ല ചെയ്താൽ